കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനം പഞ്ചായത്തിലെ 15-ാം വാർഡ് നിവാസികൾ ചെല്ലാനം മാളികപ്പറമ്പിൽ തീരദേശ പാത ഉപരോധിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പ്രദേശത്തെ പൈപ്പുകളിൽ നിന്ന് കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാരോപിച്ചാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത്. ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനം പഞ്ചായത്തിലെ 15-ാം വാർഡ് നിവാസികൾ ചെല്ലാനം മാളികപ്പറമ്പിൽ തീരദേശ പാത ഉപരോധിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായി ഈ പ്രദേശങ്ങളിൽ പൈപ്പുകളിൽ നിന്നും കുടിവെള്ളം കിട്ടുന്നില്ല. പ്രശ്നം നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഇല്ലാത്തതിനെ തുടർന്നായിരുന്നു സമരം ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് തുടങ്ങിയ ഒരു കാര്യങ്ങളല്ല. 10-20 ദിവസമായിട്ട് ഇവിടെ ശുദ്ധജലം കിട്ടുന്നില്ല. അതോ വരുന്ന വെള്ളം തന്നെ ഉപ്പുവെള്ളമാണ്, രൂക്ഷമായ ഗന്ധമുള്ള വെള്ളമാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യമാണ് ജലം എന്നുള്ളത്. അപ്പൊ അത് കിട്ടാത്ത രീതിയിലേക്ക് പോകാവുന്ന എല്ലാ മാർഗങ്ങളിലേക്ക് പോയി എല്ലാ ബന്ധപ്പെട്ടവരെയും കണ്ടു, സംസാരിച്ചിട്ടും അനങ്ങാപ്പാറയായിട്ടിരിക്കുന്ന സംവിധാനങ്ങളെ അനക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. വീട്ടമ്മമാർ കാലിക്കുടങ്ങളുമായി റോഡിലെത്തിയതോടെ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. കണ്ണമാലി CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ, പള്ളുരുത്തി ബ്ലോക്ക് മെമ്പർ ഷാജി തോപ്പിൽ, പീറ്റർ ഷീൻ, VD ആന്റണി, വാർഡംഗം ടോണി തയ്യൽ എന്നിവർ സമരത്തിൽ സംസാരിച്ചു. സമരത്തെ തുടർന്ന് ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ സമരക്കാർ വാട്ടർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായയുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത ദിവസം പൊട്ടിയ പൈപ്പുകൾ നീക്കം ചെയ്ത് ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്ന രീതിയിൽ പമ്പിംഗ് നടത്താമെന്നും തീരുമാനമായി. ഇതിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.